എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാം, പക്ഷെ എങ്ങനെയാണ് നല്ല സോഫ്റ്റായിട്ട് നല്ല റൗണ്ടായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ആട്ടപ്പൊടി എടുത്തു. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇടുകയാണ് കേട്ടോ. അതായത് ആട്ടപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കും. എണ്ണ ഒഴിക്കുന്നത് ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി നിങ്ങൾക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി വേണമെങ്കിൽ എണ്ണ ഒഴിക്കണം നിർബന്ധമില്ല. എണ്ണ ഒഴിച്ചാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യണം. ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലാണ് അത് നന്നായിട്ട് സോഫ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആട്ടപ്പൊടി എടുത്തു, കുറച്ച് ഉപ്പിട്ടു, പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു, ചൂടുവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇത് മിക്സ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പ്രസ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അതായത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക, പിന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഈ കൈയുടെ ഈ കൈപ്പത്തിയുടെ താഴത്തെ വശം കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് ഉരുട്ടണം. ഇതാണ് കേട്ടോ എൻ്റെ ഷെഫ്. അപ്പോൾ പ്രസ് ചെയ്യുക, ഉരുട്ടുക, പ്രസ് ചെയ്യുക, ഉരുട്ടുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ആണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കേണ്ടത്. എന്നാലാണ് ഇത് അത്ര സോഫ്റ്റ് ആവത്തുള്ളൂ. ഈ ഒരു ഫസ്റ്റ് പ്രോസസ്സ് സെറ്റാണെങ്കിൽ തന്നെ നമ്മുടെ ചപ്പാത്തി ഓൾമോസ്റ്റ് സെറ്റാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു ബോൾ പോലെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കി, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ചപ്പാത്തി പലകയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാനാണ്, ഇത് പരത്തുമ്പോൾ. എന്നിട്ട് നമ്മൾ ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ബോളാക്കണം. ഈ വലിയ ബോളിനെ കുഞ്ഞു കുഞ്ഞു ബോളാക്കണം. അതാണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ അത് ചെയ്യാനും ഒരു മെത്തേഡുണ്ട്. അതായത് അതും പ്രസ് ചെയ്തിട്ട് വേണം റൗണ്ട് ആക്കാനായിട്ട്. പ്രസ് ചെയ്ത് ബോളാക്കുക. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയണത് നമ്മൾ ഇത് കുക്കിംഗ് പഠിച്ചു വരുന്നവർക്ക് കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കും, പക്ഷെ എങ്ങനെ റൗണ്ടിൽ ഷേപ്പിൽ ഉണ്ടാക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് ഇച്ഛൻ്റെ കൂടെ പിന്നെയാണ് ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഞാനും കൂടിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ റൗണ്ടിൽ പരത്താനായിട്ട്. അതായത് കുഞ്ഞു ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഞാനും ഇച്ഛൻ്റെ കൂടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല കാര്യമാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ആ റിലേഷൻഷിപ്പ് കുറേ കൂടെ സ്ട്രോങ് ആക്കാനായിട്ടുള്ള ഒരു വഴിയാണ് ഒരുമിച്ച് കുക്ക് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് കുറേ ടൈം കിട്ടും കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാനായിട്ട്. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ റിലേഷൻഷിപ്പിൽ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഈ ചപ്പാത്തി പരത്തുന്ന പലകയിലും ഇതിലുമൊക്കെ എല്ലാത്തിലും നമ്മൾ ആ പൊടി ശരിക്കും ഒന്ന് തൂക്കണം. എന്നാലാണത് പരത്തുമ്പോൾ നന്നായിട്ട് അത് വിട്ട് കിട്ടാനാണ് കേട്ടോ. ഇത് പരത്തുന്നതിനും ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഈ നടുക്കുന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ പരത്തി ഒന്ന് വട്ടം ചുറ്റിച്ചിട്ട് എല്ലാ സൈഡും പരത്തി പോകണം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ, ഞാനൊക്കെ പരത്തുമ്പോൾ ഒരു ശ്രീലങ്കൻ്റെ മാപ്പ് പോലെയൊക്കെ ഇരിക്കും. അതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുറ്റിച്ചിട്ട് രണ്ട് സൈഡിലോട്ടും പരത്തണം. എന്നിട്ട് എവിടെയെങ്കിലും കുറച്ച് കൂടുതൽ തിക്നെസ് ആയിപ്പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ കൂടുതൽ ടൈം ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നത്. കണ്ടോ? എന്നിട്ട് രണ്ട് പ്രാവശ്യം ഇങ്ങനെ തട്ടിയിട്ട് പ്ലേറ്റിലേട്ടിടുക. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണോ. ആദ്യം കുറച്ച് പൊടി മാത്രമായിട്ടുള്ള, അതായത് നനയ്ക്കാതെ പൊടിയില്ലേ, ആ പൊടി അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പരത്തുക. ഇറ്റ്സ് ഈസി. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണത് കുക്കിംഗ് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് അല്ല, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായ പാനിലോട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ആദ്യം പാൻ നന്നായിട്ട് ചൂടാക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ കളർ ചേഞ്ച് കാണാൻ പറ്റുമ്പോൾ തന്നെ അത് ഹാഫ് വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ തന്നെ അത് മറിച്ചിടണം. അപ്പോൾ ആദ്യം കുറച്ച് ജസ്റ്റ്
എന്താ സെറ്റായി ആ കളർ ചേഞ്ച് കാണുമ്പോൾ തന്നെ മറിച്ചിടണം. വീണ്ടും ഒന്നോടെ മറിച്ചിടുക. അപ്പോൾ ഇത് പൊങ്ങി വന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കാണില്ലേ? ഇങ്ങനെ പരത്തുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും. അതാണ് നല്ല രീതിയിൽ സോഫ്റ്റായി എന്നതിൻ്റെ ഒരു പ്രൂഫാണ് കേട്ടോ അത്. കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് വീണ്ടും മറിച്ചിടുക. ഇച്ചൻ ഇത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇച്ചൻ്റെ കൈക്ക് നല്ല തഴമ്പുണ്ട്, അതുകൊണ്ട് ഇച്ചൻ അങ്ങനെ ചെയ്യാം. പക്ഷേ നിങ്ങളത് നമുക്ക് അറിയില്ലാത്ത കുക്കിംഗ് ബേസിക് അറിയില്ലാത്തവർക്ക്, ഇപ്പോൾ എനിക്കൊക്കെ ഞാൻ മര്യാദയ്ക്ക് സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ മറിച്ചിടുന്നത്. കാരണം അല്ലെങ്കിൽ കൈ നന്നായിട്ട് പൊള്ളും. എസ്പെഷ്യലി നമ്മൾ ഒരു കൊമള പോലെ വരുന്നത് നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോൾ അതെങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈ തീർന്നു ഗൈസ്. അപ്പോൾ നമ്മൾ സ്പൂണും കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അല്ല, നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇറ്റ്സ് ഫൈൻ. പക്ഷേ എന്നെപ്പോലെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സ്പൂണും കൊണ്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കളർ ചേഞ്ച് കാണുമ്പോൾ തന്നെ നമ്മളത് മറിച്ചിടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇങ്ങനെയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. ഇറ്റ്സ് സോ ഈസി അല്ലേ? പക്ഷേ ഇതിൻ്റെ ഈ റൗണ്ട് ഷേപ്പ് കിട്ടാനാണ് പാട്. അപ്പോൾ ഇച്ചൻ വീണ്ടും വീണ്ടും പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പരത്തുന്നു ചുടുന്നു, പരത്തുന്നു ചുടുന്നു. ഇതെല്ലാം ഈ ഒരു ഒറ്റ ടൈമിൽ തന്നെ നടക്കുകയാണെങ്കിൽ നമുക്ക് ടൈം പെട്ടെന്ന് അധികം ടൈം എടുക്കത്തില്ലല്ലോ ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ റെഡിയായി. ഞങ്ങൾ ചപ്പാത്തി സെറ്റായി. ഞങ്ങൾ ചപ്പാത്തി ഇന്ന് നൈറ്റ് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കാനായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്തു, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു. അതൊരു ഭയങ്കര ഫീലിംഗ് ആണ്. ഇത് ഞങ്ങളുടെ സെറ്റായ ചപ്പാത്തി, ഇത് ആവി പെറുക്കുന്ന ചപ്പാത്തി റെഡി ആയിരിക്കുകയാണ്. എന്നിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. എല്ലാവരും നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ജോമി ആൻഡ് അമിത.